ഒരാളെ വെച്ചാണ് തുടങ്ങിയത്, ഒറ്റയാൾ. ബാക്കി മുഴുവൻ തന്നെയായിരുന്നു ചെയ്യുക. 84 ചെറുതായിട്ട് പാലായിൽ ഒരു ചെറിയ കട തുടങ്ങി. 86 എന്ന് വേണേൽ പറയാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് ഫ്ലേവറിങ് വരുത്തുമ്പോൾ അത് കൃത്യമായി വരാൻ ഒരു അറിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് മതി. രുചിപ്പെരുമ കൊണ്ടും വ്യത്യസ്ത വിഭവങ്ങളാലും പേരുകേട്ട ഒരു ബേക്കറിയുണ്ട് കോട്ടയം ജില്ലയിൽ. 37 വർഷങ്ങൾക്ക് മുൻപ് വീട്ടിലുണ്ടാക്കിയ ഒരു കേക്കിന്റെ ആത്മവിശ്വാസത്തിൽ അന്നമ്മ ജോസഫ് ആരംഭിച്ച ബേക്കറി ഒരുപാട് വിദേശ കേക്കുകൾ ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ വിളമ്പുന്ന പാലക്കാരുടെ സ്വന്തം ആൻസ് ബേക്കറിയാണ്. തുടക്കം വെറുതെ വീട്ടിലിരിക്കുന്നതിന് സമയം പോകുന്നില്ല. അപ്പം അത് ഒരു ഭയങ്കര ബോറായിട്ട് തോന്നി. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനായിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറുന്നത്. അപ്പോൾ അത് ഇങ്ങനെ മോളുണ്ടാക്കി കഴിഞ്ഞപ്പം മോളുടെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ടൊരു കേക്ക് തന്നെ ബുക്കൊക്കെ വായിച്ചിട്ട് അതിനകത്തൊരു കേക്ക് ഉണ്ടാക്കി. അപ്പോൾ അത് വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പം ഞാൻ തന്നെ പറഞ്ഞു, നമുക്കിതൊരു ബിസിനസ് ആക്കിയാലോ, നമുക്കൊരെണ്ണം തുടങ്ങിയാലോ. അപ്പം ഹസ്ബൻഡിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇതങ്ങനെ ഒന്നും സമ്മതിച്ചത്. പക്ഷേ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേ ആളുകൾ വന്ന് സാധനങ്ങൾ മേടിച്ചപ്പം ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്, നല്ല ടേസ്റ്റാണ്, അങ്ങനെ ഒരു അഭിപ്രായം ആദ്യം തന്നെ വേണം. അതെനിക്ക് കൂടുതൽ പ്രചോദനമായി. ഒരാളെ വെച്ചാണ് തുടങ്ങിയത്, ഒറ്റയാൾ. ബാക്കി മുഴുവൻ തന്നെയായിരുന്നു ചെയ്യുക. അന്ന് പണ്ട് കാലത്ത് ഗ്യാസ് പോലും ഇല്ല. അപ്പം വിറക് കത്തിച്ചിട്ടാണ് ഇപ്പം പാൻ കേക്ക് ഉണ്ടാക്കും. പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ വിറക് വെച്ച് കാരണം ചെറിയ തീ മതി. അപ്പോൾ അതിനുള്ള ചെറിയ പാത്രമൊക്കെ വെച്ചിട്ട് ഈ ജോലിക്കാരെ പഠിപ്പിക്കണ്ടേ. അപ്പോൾ അത് ഞാൻ തന്നെ അവിടെ ഇരുന്ന് തീ കൊണ്ടിരുന്ന് അവരെ പഠിപ്പിച്ച് അതിന് സമയങ്ങളെടുക്കും. അത്ര എളുപ്പമല്ല. കാരണം എൻ്റെ ജീവിതം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിനകത്ത് കഴിഞ്ഞ പോലെ ഞാൻ പറയും. കാരണം ഇതിനകത്തൊരു ഭയങ്കര ഒരു പാഷനായി എനിക്കത്. ആൻസ് എന്നുള്ള പേര് തന്നെ എൻ്റെ പേരിൽ നിന്ന് ഹസ്ബൻഡ് തന്നെ തീരുമാനിച്ചതാണ്. ആൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻ്റർനാഷണൽ നെയിമാണ്. അത് എവിടെയും പോയാൽ ആർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യായിട്ടൊരു നെയിം. അതിരില്ലാത്ത വായനയും അവസാനമില്ലാത്ത യാത്രകളും കൊണ്ടാണ് അന്നമ്മയ്ക്ക് ഇത്രയും മികച്ച രുചികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഞാൻ എല്ലാ വർഷവും പറഞ്ഞ പോലെ ഇന്ത്യക്ക് പുറത്ത് നല്ലപോലെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും എവിടെ പോയാലും ഞാൻ ബുക്കുകൾ കളക്ട് ചെയ്യും. ആ ബുക്കിനകത്ത് നിന്ന് നല്ല റെസിപ്പികൾ എനിക്ക് വായിക്കുമ്പോൾ തന്നെ തോന്നിയിട്ട് അതിനകത്ത് തന്നെ ഞാൻ റെസിപ്പികൾ മുഴുവൻ പഠിച്ചത്. അതിനകത്ത് തന്നെയാണ് ഞാൻ പുതിയ ഓരോ കേക്കുകൾ ഉണ്ടാക്കുന്നതും എല്ലാം മനസ്സിലാക്കിയതും. അപ്പോൾ അത് ശരിക്കും ഒരു ലൈബ്രറി തന്നെ എനിക്കുണ്ട്. യാത്രയിൽ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നല്ല സ്ഥലങ്ങളിൽ പോയി ഈ കേക്കുകളും സാധനങ്ങളും കഴിക്കുമ്പോൾ അതിപ്പോൾ എങ്ങനെയായിരിക്കും അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുക. അപ്പോൾ ആ രാജ്യത്തിൽ നിന്ന് കിട്ടുന്ന ബുക്കിൻ്റെ സ്റ്റോറി പോകും. എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന നല്ല ബുക്ക് വാങ്ങിക്കും. അപ്പോൾ അതിനകത്തു നിന്നൊക്കെ എനിക്ക് നല്ല റെസിപ്പികൾ എനിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടാക്കുന്ന ഇപ്പം വെറും ജാം റോൾ ഫസ്റ്റ് ആദ്യമേ കിട്ടുന്നത് ഞാൻ കാനഡയിൽ പോയപ്പോൾ അമേരിക്കയിൽ നിന്നുള്ളൊരു ബുക്ക് കിട്ടി. അതിനകത്തു നിന്നുള്ള റെസിപ്പി വെച്ചിട്ടാണ് ഞാൻ ഇന്നും എൻ്റെ ജാം റോളും സാധനം ഉണ്ടാക്കുക. അവരിവിടുത്തെ സ്വിസ് റോൾ അതൊരു വാസ്തവത്തിലൊരു ഇൻ്റർനാഷണൽ റെസിപ്പി തന്നെയാണ്. പക്ഷേ അതിനകത്തെ ഫ്ലേവറൊക്കെ എൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. മറ്റു ബേക്കറികൾ എങ്ങനെ വിഭവങ്ങൾ തയ്യാറാക്കുന്നു എന്ന് ശ്രദ്ധിക്കുന്നതിന് പകരം സ്വന്തം റെസിപ്പികൾ കൂടുതൽ മികച്ചതാക്കിയതാണ് ആൻസിന്റെ ഈ വളർച്ചയ്ക്കു കാരണം. പല റെസിപ്പികളും വായിക്കുമ്പോൾ എനിക്ക് തോന്നും ഇത് കൊള്ളായിരിക്കും, അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ട്രയൽ എന്ന് പറയുന്നത് ഞാൻ ഒരു കേക്കായിട്ട് തന്നെ ഒരിക്കലും ഉണ്ടാക്കത്തില്ല, ഒരു ഫുൾ ബാച്ചേ എടുക്കുള്ളൂ. എന്ത് പറഞ്ഞാൽ ഒരു 10 കിലോ ബട്ടറിൻ്റെ എങ്കിലും ബട്ടർ എടുത്തിട്ടായിരിക്കും ഞാനൊരു കേക്ക് അതൊന്ന് ട്രൈ ചെയ്യുന്നതന്നെ. മിക്കവാറും അതെല്ലാം തന്നെ വളരെ നന്നായിട്ട് വരികയും ചെയ്യും. അതും എനിക്കൊരു ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. അത് എവിടെന്നെങ്കിലും ഒരു റെസിപ്പി കിട്ടിയാൽ പോലും അതുപടി ഫോളോ ചെയ്തിട്ട് അങ്ങ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് അതിന് ഫ്ലേവറിങ്ങും മറ്റു സംഗതികളും എല്ലാം കൊണ്ടുവരണം, അല്ലെങ്കിൽ ആളുകൾ ഇഷ്ടപ്പെടത്തില്ല. വിദേശ റെസിപ്പികളിൽ തയ്യാറാക്കുന്ന ഒരുപാട് കേക്കുകൾ ആൻസ് ബേക്കറിക്ക് സ്വന്തമായുണ്ട്. അതിന്റെയെല്ലാം മിക്സുകൾ അറിയുന്നതും മിക്സ് ചെയ്യുന്നതും ഇപ്പോഴും അന്നമ്മ തന്നെയാണ്.
ചോക്ലേറ്റ് വിസ്കി കേക്ക് എന്ന് പറയുന്ന ഒരു കേക്കായത്. ഇത് ഞാൻ ഒരു ബുക്കിനകത്തുനിന്ന് വായിച്ച് പഠിച്ചതാണ്. ചോക്ലേറ്റ് വിസ്കി കേക്ക് ഒരു പുറം രാജ്യത്തുള്ള ഒരു വലിയ ബേക്കറിയുടെ ഒരു കേക്കാണ്. ശരിക്കും നല്ല പ്യുവർ സ്കോച്ച് വിസ്കി തന്നെ ഉപയോഗിക്കുന്നത് ഇതിന്. ഞാൻ പുറത്ത് തന്നെ ഉള്ള റെസിപ്പിയിലാണ് ചെയ്യുന്നത്. ഇത് മഡ് കേക്ക്, ഇത് പിന്നെ ജോർജിന കേക്ക്. ഇത് വാസ്തവത്തിൽ ഞാനൊരു കാനഡയിൽ നിന്ന് പഠിച്ചതാണ്. ഇത് ക്യൂൻ കേക്ക്, ഇതും അതെ കാനഡയിൽ നിന്നാണ്. ഇത് ഹൈ റേഷ്യോ ചോക്ലേറ്റ് കേക്ക്. ഇതെല്ലാം ഒരു ഇൻ്റർനാഷണൽ റെസിപ്പിയിൽ നിന്നുള്ള കേക്കുകളാണ്. പ്രീ മിക്സുകൾ ഉപയോഗിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് കേക്കുകളുടെ മിക്സുകളെല്ലാം ഇവിടെ തന്നെ തയ്യാറാക്കുകയാണ്. പൊടികളും സാധനങ്ങളും മാവ് തൂക്കണം, ബട്ടർ എടുക്കണം, ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ തൂക്കി കൊടുക്കുക. ഞങ്ങൾ ജോലിക്കാരെ കൊണ്ടല്ല ചെയ്യിപ്പിക്കുന്നത്. ഒന്ന് റെസിപ്പി പുറത്തു പോകും, അത് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇതൊരു ഫാമിലി സീക്രട്ട് റെസിപ്പി തന്നെയാണ്. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു സംഗതി ചുമ്മാ അത് കാണുന്നവരെല്ലാം പഠിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് തന്നെ അത് ദോഷം വരും. അത് അനുഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് പിന്നെ അതിനായിട്ട് ഒട്ടും മുതിരില്ല. ഇപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് ഫ്ലേവറിങ് വരുത്തുമ്പോൾ അത് കൃത്യമായി വരാൻ ഒരു നമുക്കൊരു വെളിപാട്, ഒരു വെളിവ് ദൈവം തരുന്ന. ഞാൻ എത്രമാത്രം ചേർത്തതെന്നൊന്നും ആർക്കും അറിയത്തില്ല. ഇവിടെ വേറെ ആർക്കും അറിയത്തില്ല. എൻ്റെ പിള്ളേർക്കറിയാം. പല സംഗതികൾ ഇപ്പം മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ല വേറെ ആർക്കും അറിയത്തില്ല. അത് എൻ്റെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ച ചില രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഫ്ലേവറിംഗ് ഒക്കെ കൊണ്ടുവരിക. അത് വേറൊരാൾക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ അത് വെറുതെ പറയുന്നതേ ഉള്ളൂ. അത്ര എളുപ്പമല്ല. കൂടുതൽ കേക്കുകൾ വിൽക്കുന്നതിന് പകരം നൽകുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുകയാണ് അന്നമ്മയുടെ പക്ഷം. ക്രിസ്മസിന് ഞങ്ങൾ ഇപ്പം ഓരോ വർഷവും ഒരു 10% വെച്ചിട്ടൊരു ഇൻക്രീസ് വരുന്നുണ്ട്. പ്ലം കേക്കാണ് എനിക്കും ഏറ്റവും കൂടുതൽ പോവുക. പക്ഷേ അത് ഞങ്ങളിപ്പോൾ എത്ര എണ്ണം ഉണ്ടാക്കി അത് അങ്ങനത്തെ ഒരു ക്രെഡിറ്റ് അല്ല ഞങ്ങൾ നോക്കുന്നത്. അതിന് ക്വാളിറ്റിയിൽ എന്തുമാത്രം നമുക്ക് നന്നായിട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, അതിനകത്ത് ആൾക്കാർക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി, അതാണ് എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നത്. എല്ലാ വർഷങ്ങളിലും ഒരു പുതിയ വിഭവം ആൻസിൽ നിന്നും പുറത്തിറങ്ങാറുണ്ട്. ഇത്തവണ അതൊരു കേക്കാണ്. ഈ കേക്കാണ്, അതായത് നോർമണ്ടി കേക്കാണ് എൻ്റെ ഈ വർഷത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി. ഒരു റിച്ച് പ്ലം കേക്ക് എന്ന് പറഞ്ഞ് ഞാൻ ഇറക്കിയിരിക്കുന്നത്. ഇത് ആളുകൾ വാങ്ങിച്ച് കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഇതിൻ്റെ ഭയങ്കര റിച്ച് ഫ്രൂട്ട്സ് ആണ്. ഇത് മുഴുവൻ ഞാൻ ഇമ്പോർട്ട് ചെയ്ത് വരുത്തിയിട്ടാണ് ഉപയോഗിച്ചത്. ലോക്കലായിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ പ്രൊക്യൂർ ചെയ്യാൻ നോക്കിയിട്ട് നല്ല ക്വാളിറ്റിയിൽ സാധനം കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് പുറം രാജ്യത്ത് നിന്ന് തന്നെ കൊണ്ടുവരിച്ചാണ് ഈ കേക്കിൻ്റെ മിക്സ് മുഴുവൻ ഞാൻ എടുത്തത്. ഓരോ കേക്കിനും പ്രത്യേകം സ്പഞ്ചുകളും ഇവിടെയുണ്ട്. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പഞ്ചിന് പ്രധാനമായിട്ടും മുട്ടയും പഞ്ചസാരയും മാവും, അതാണ് സ്പഞ്ച്. അത് അടിച്ചെടുക്കുന്നതിൻ്റെ ഒരു രീതിയിലാണ് അത് നന്നാവുക. അത് മറ്റത് വേണേൽ ഭയങ്കര എളുപ്പമുണ്ട്. പക്ഷേ അതിനകത്തൊക്കെ അപ്പം എന്തെങ്കിലും അത് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കെമിക്കലും അതുമെല്ലാം വരും. അപ്പം ഞങ്ങളിങ്ങനെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളെല്ലാം കൂട്ടിച്ചേർത്തെടുക്കുന്നതുകൊണ്ട് ഇതിനകത്തൊന്നും കെമിക്കൽ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഞങ്ങൾ അന്നേരം ബട്ടർ എടുക്കുന്നു, പഞ്ചസാര എടുക്കുന്നു, സാധനം മിക്സ് ചെയ്ത് മുട്ട ചേർക്കുന്നു, മിക്സ് ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം കറക്റ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ആ അറിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് മതി. ഇന്നിവിടെ രാവിലെ റെഡിയാക്കി വെച്ച കേക്കുകളാണ്. ഇതിനെ കഴിഞ്ഞും വെറൈറ്റി ഉണ്ട്. ഇതെല്ലാം കൂടെ ഈ മേശയിൽ വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് വെപ്പിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ബാക്കി ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് ഹണി റോസ്. മഡ് കേക്കുണ്ട്, ഹൈറേഷ്യ, തിരമിസു, റെഡ് വെൽവെറ്റ്. ഏറ്റവും പോപ്പുലറായിട്ടുള്ള എല്ലാവരും വന്ന് ഡെയിലി വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് ഞങ്ങൾ സാധാരണയുള്ള പ്ലം കേക്ക്. ഇത് റമ്മാൻ റൈസിൻ. ഇതിനും ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനും റെഗുലറായിട്ടുള്ള കസ്റ്റമേഴ്സും ഉണ്ട് ഞങ്ങൾക്ക്. ഞാൻ ആദ്യമായിട്ടൊരു റിച്ച് ഒരു പ്ലം കേക്ക് എടുത്ത എന്ന് പറയുന്നതാണ് സൂപ്പർ റിച്ച്. അത് കുറേ വർഷത്തേക്ക് അത് കൊടുത്തിരുന്നു. ഇപ്പോൾ അത് വളരെ ആളുകളുടെ ഇടയിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കേക്കായി മാറി. അതിനുശേഷം ഞാൻ സ്കോട്ടിഷ് പ്ലം എടുത്തു. ഇതിൻ്റെ പ്രത്യേകത ഇതിനകത്ത് ആൽമണ്ട് ഫ്ലവറും കൂടെ ചേർന്നിട്ടാണ്. സാധാരണ ഫ്ലവർ തന്നെയല്ല. ഇതിനും കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് ഇതിന്.
ഇത് ഇവിടുത്തെ ആൻസിൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് എന്നൊരു കേക്ക് എല്ലാ ബേക്കറികളിലും ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ബ്ലാക്ക് ഫോറസ്റ്റ് ഞങ്ങൾ ശരിക്കും ഒരു സ്പഞ്ചാലല്ല ചെയ്യുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റിനായിട്ട് തന്നെയായിട്ടൊരു കേക്ക് തന്നെ ഉണ്ട്. ആ കേക്ക് ഉണ്ടാക്കി അതിനകത്ത് ലെയർ ഇടുക ചെയ്യുന്നത്. അത് ശരിക്കും നല്ല ഒറിജിനൽ ചെറി, ടിൻ ചെറി ഒക്കെ നല്ലതായിട്ട് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കി എടുത്തിട്ടാണ് ഇതിനകത്ത് ഇടയ്ക്ക് ലെയറിങ് ഇടുന്നത്. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജർമ്മനിയിലെ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ ബേക്കറികളിലെല്ലാം പിന്നെ വൈറ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു കേക്ക് കൂടെ ഉണ്ടാക്കി. അത് ഇവിടുത്തെ കേരളീയരുടെ ഒരു ഇന്നോവേഷനാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു കേക്ക് ലോകത്തെങ്ങുമില്ല. ഞങ്ങളും ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ആളുകൾ വൈറ്റ് ഫോറസ്റ്റ് ചോദിക്കുന്നതുകൊണ്ട് അതുകൂടെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലവും ഇല്ല. സെലിബ്രിറ്റികൾ ഉൾപ്പെടെ പലരും ആൻസിന്റെ രുചിപ്പെരുമ തിരിച്ചറിഞ്ഞവരാണ്. കേരളത്തിന് പുറത്തുനിന്നും ഒരുപാട് ഓർഡറുകൾ ഇവിടെ ലഭിക്കാറുണ്ട്. വിദേശത്ത് പോകുന്നവരെല്ലാം ആൻസിലെ കേക്കും പലഹാരങ്ങളും കൂടെ കൂട്ടാറുണ്ട്. ഇപ്പോൾ നോർമണ്ടി ഇറങ്ങിയിട്ട് ആദ്യം എനിക്ക് തോന്നുന്നു വിജയസാസ് തന്നെ കടയിൽ വന്ന് വാങ്ങിച്ചു എന്ന് ഞാൻ കേട്ടു. വിജു തന്നെ പല സ്ഥലങ്ങളിലും പല സെലിബ്രിറ്റീസും പല ഫീൽഡിലുള്ളവർക്കും ആക്ടേഴ്സിനും അല്ലെങ്കിൽ പാട്ടിലുള്ളവർക്കും ഒക്കെ ഈ കേക്ക് കൊണ്ട് കൊടുക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. US പോകുന്നവർ, UK പോകുന്നവർ, കാനഡയ്ക്ക് പോകുന്നവർ, പിന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അങ്ങനെയൊക്കെ ഇപ്പോൾ ഗൾഫിലോട്ട് പോലും പോകുന്നവർ ഇവിടുന്ന് നമ്മുടെ പ്ലം കേക്കും ഹലുവയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ ആളുകൾ അത്രയും ഒരു വിശ്വാസത്തോടെ ഇവിടുന്ന് ഈ കേക്കുകളെല്ലാം വാങ്ങിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ ഒറിജിനൊക്കെ അവിടെ തന്നെ ആണെങ്കിലും ഇത് ഉണ്ടാക്കി വരുമ്പം ക്വാളിറ്റി നമ്മുടേത് അതിനെ കഴിഞ്ഞും കിടപിടിക്കുന്ന രീതിയിൽ തന്നെ അല്ല, അതിനേക്കാൾ ബെറ്റർ ആയതുകൊണ്ടാണല്ലോ ഇവിടുന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്.